കയ്യിലോ കാലിലോ ഒന്നും വെയിൻ ഇങ്ങനെ തെളിയാറില്ല. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് കുറെ നഴ്സുമാര് പണിപ്പെട്ടാണ് ബ്ലഡ് എടുത്തത്. പലയിടത്തായിട്ട് ഇങ്ങനെ കുത്തി കുത്തി കുഞ്ഞിന് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. മോൻ്റെ ഓപ്പറേഷനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ, തൃശ്ശൂർക്ക് വന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട്, ഒരു 3-4 ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. ഞായറാഴ്ച വന്നു. അപ്പോൾ മോൻ്റെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി റിസൾട്ട് കിട്ടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 26-ാം തീയതി രാവിലെ 8 മണിക്ക് അനസ്തേഷ്യ ഡോക്ടറിനെ റിസൾട്ട് ഒക്കെ കാണിച്ചിട്ട് ഡോക്ടർ കുട്ടിയെ പരിശോധിച്ച് നോർമൽ ആണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നെ 28-ാം തീയതി ആയിരിക്കും അപ്പൊ സർജറി നടത്തുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ 26-ാം തീയതി രാവിലെ അനസ്തേഷ്യയിലെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, സർജറി ചെയ്യാനുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലാണ് 28-ാം തീയതി നമുക്ക് സർജറിക്ക് നമ്മൾ. അപ്പോൾ 26-ാം തീയതി അവനെ അഡ്മിറ്റ് ചെയ്യും, 28-ാം തീയതി സർജറി ചെയ്യും. അപ്പൊ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പൊ ചെയ്യണത്. അപ്പൊ ആദ്യത്തെ ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സർജറി. അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഇപ്പോ നമ്മുടെ മോന്റെ നമ്മൾ ജനിച്ച മുതല് ഓരോ കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോ തൃശ്ശൂര് ഇപ്പൊ സ്ഥിരമല്ല, കൊല്ലത്ത് സ്ഥിരമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കാരണം നമ്മള് വേറെ ഒന്നും കൊണ്ടല്ല, ജനിച്ച മുതല് അവനെ ട്രീറ്റ്മെന്റ് ചെയ്യണത് മൂന്നാമത്താവ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അവൻ ജനിച്ചത് മൂന്നാമത്താവ് ഹോസ്പിറ്റലിൽ തന്നെയാണ്, മെഡിക്കൽ കോളേജില്. അപ്പോ അവിടെ ശശികുമാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, നല്ലൊരു ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ തന്നെയാണ് നമ്മള് ജനിച്ച മുതലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനി മാറ്റി കാണിക്കണ്ട ഞാനങ്ങനെ ചിന്തിച്ചായിരുന്നു. തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ മാറ്റി കാണിച്ചാലോ. പിന്നെ ചിന്തിച്ചു വന്നപ്പോൾ അത് ശരിയാവില്ല. നമ്മൾ ഇത്ര നാൾ കാണിച്ച് ഇത്ര നാൾ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ. അതുകൊണ്ട് നമ്മള് പിന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെ വരാം, തൃശ്ശൂർ തന്നെ ചെയ്താൽ മതി എന്ന് പിന്നെയും ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത്. അങ്ങനെ അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം ഞങ്ങളുടെ മോൻ്റെ കൂടെ. അപ്പൊ നമുക്കും ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ട്. കുഞ്ഞല്ലേ, ജനിച്ച മുതലേ ഓരോ കാര്യങ്ങളിലായിട്ട് അവന്റെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കുകയാണ്. നമ്മളും അവന്റെ വേദനകള് കാണുന്നതും ഒക്കെയാണ്. ബ്ലഡ് എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് അവന് കയ്യിലോ കാലിലോ ഒന്നും വെയിൻ ഇങ്ങനെ തെളിയാറില്ല. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഈ പ്രാവശ്യം ഞങ്ങള് പോയപ്പോ രാവിലെ 8 മണിക്ക് പോയതാ. പക്ഷെ വെയിൻ കിട്ടാത്തതുകൊണ്ട് അത് 11 മണി വരെ ആയി. കൊറേ തവണ നഴ്സുമാര് പണിപ്പെട്ടാണ് ബ്ലഡ് എടുത്തത് തന്നെ. എന്നുവെച്ചാൽ കുട്ടിക്ക് ഭയങ്കര പേടിയൊക്കെയാണ് കേട്ടോ അത് എടുക്കുന്ന സമയത്ത്. മെയിനായിട്ട് അവർക്ക് കുത്തുമ്പോ വെയിൻ തെളിയാറില്ല. അപ്പം പലയിടത്തായിട്ട് ഇങ്ങനെ കുത്തി കുത്തി കുഞ്ഞിന് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവാറുണ്ട്. അപ്പോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. അപ്പൊ ഞങ്ങള് വരും ദിവസങ്ങളിൽ ഓരോ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത്, അതായത് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മുടെ ഒരു ഫാമിലി എന്നുള്ള നിലയിൽ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളിതൊക്കെ വന്ന് പറയണത്. കുറച്ച് അതായത് നമ്മുടെ ഇഷ്ടമുള്ളവര് കുറെ പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണത് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാ. ഇങ്ങനത്തെ സാഹചര്യത്തില് നമ്മുടെ കാര്യങ്ങള് അന്വേഷിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മളെ ഒരുപാട് പേര് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, ചോദിക്കാറുണ്ട്, മെസ്സേജ് ആയിട്ടും കോളായിട്ടും ഒക്കെ. അപ്പൊ അതില് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഇനിയും തുടർന്നും ഉണ്ടാവുക. അപ്പോ ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.